പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്ക് തരാമെന്ന് പറഞ്ഞ് ആ പിറന്നാൾ സമ്മാനം എനിക്ക് വാങ്ങാനും കഴിഞ്ഞില്ല. അമ്മ എന്നെ വിട്ടില്ല. അന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്റെ പിറന്നാൾ ദിവസം തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടത്. അന്ന് തൊട്ട് ഇവിടെ വന്ന് ഇതെല്ലാം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തോ അതിനെനിക്ക് ധൈര്യം തോന്നിയില്ല. ഇന്നിപ്പോ സിസ്റ്റർ ആന്റി അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ സിസ്റ്റർ ആന്റി അദ്ദേഹം തമ്മിൽ ഒരു പരിചയവും ഇല്ലായിരുന്നു. എനിക്ക് ഷുവറായിട്ട് അറിയാവുന്നോണ്ടാ. സിസ്റ്റർ ആന്റി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. അവരത്രയ്ക്ക് പാവമാ. ശില്പയുടെ അമ്മയല്ലേ? അതെ. ഞാൻ അനിലിന്റെ ബ്രദറാണ്, അച്യുതൻകുട്ടി. കുട്ടി പോയിരുന്നു പഠിക്കൂ. ആ ഡോറ് ക്ലോസ് ചെയ്തോളൂ. മോളിന്ന് കാലത്ത് അവിടെ വന്നിരുന്നു അല്ലേ? അതെ. അവള് പറഞ്ഞു. ഹരികൃഷ്ണൻ സാർ ശില്പയുടെ അച്ഛനായിരുന്നു എന്ന കാര്യം ടീച്ചർക്ക് അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. ഒരമ്മയ്ക്ക് അതറിയാതിരിക്കുമോ? ഈ കത്ത് ഞാൻ എഴുതിയതാണ്. ഇത് എന്റേതാണ്. ഇത് അതും എന്റേതാണ്. ഇത് രണ്ടും കൊല നടന്ന മുറിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഊമക്കത്ത് സാറിന്റെ മേശയ്ക്കുള്ളിൽ നിന്നും. അറിയാം. ഭഗിനി സേവാമയി എന്ന് വിളിക്കുന്ന ആ സ്ത്രീക്ക് ഈ കൊലപാതകവുമായി എങ്ങനെയാ ബന്ധം വരുന്നത്? നിങ്ങൾ ഒരാൾക്ക് തനിച്ച് ഇങ്ങനൊരു മേർഡർ ചെയ്യാനൊക്കെയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. പാർവതിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. നിങ്ങൾ വെറുതെ ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ജയിലിൽ ആ സ്ത്രീ മൗനവ്രതം തുടങ്ങിയിരിക്കുകയാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ല. കേട്ടു. കൊല ചെയ്യുന്നതും കൊലയാളിക്ക് കൂട്ടു നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുന്നതും എല്ലാം പണിഷബിൾ ആണ്. അറിയാം. ഈ എവിഡൻസ് മുഴുവൻ നിങ്ങളുടേതാണെന്ന് അറിഞ്ഞിട്ടും അവരെന്തുകൊണ്ടത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല? അത് അവളുടെ മനസ്സിന്റെ വലിപ്പം. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എവിടെ തുടങ്ങുന്നു? 17 കൊല്ലം മുൻപ് കുറെ കാലം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേ കോളേജിൽ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ. ഹരികൃഷ്ണൻ ഫിലിമിൽ വരുന്നതിന് മുമ്പ്? അതെ. പക്ഷേ അന്ന് തന്നെ ഹരീഷൻ ഫേമസ് ആയിരുന്നു. സ്റ്റാർ ലെക്ചറർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പെൺപിള്ളേരെ മുഴുവൻ ഹീറോ. നോവലിലൂടെയും കഥകളിലൂടെയും സെൻസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ കോളേജിലെ പെൺപിള്ളേരുടെ ഭ്രാന്തായിരുന്നു. ഞങ്ങൾ സ്റ്റാഫിന്റെ ഇടയിൽ ഒരു ജോക്ക് പോലും ഉണ്ടായിരുന്നു. ഹരീഷിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഹിസ്റ്റീരിയ ബാധിച്ച മാതിരിയാണെന്ന്. ടീച്ചറും അന്ന് തീരെ ചെറുപ്പമായിരുന്നു. ആയിരുന്നു. പക്ഷേ എനിക്ക് ആ മനുഷ്യന് വെറുപ്പായിരുന്നു. കാരണം ഹി വാസ് എ റെക്ലെസ് വുമണൈസർ ദോസ് ഡേയ്സ്. അന്നേ പുള്ളി ആ വിഷയത്തിൽ. അതെ. കോളേജിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അന്നയാൾ. എഴുതാനുള്ള പ്രൈവസിക്ക് വേണ്ടിയാണെന്ന് ഒരു എക്സ്ക്യൂസ്. പക്ഷേ ആരാധനയുടെ ഭ്രാന്ത് കയറി അടുത്തുകൂടിയ ഒരുപാട് പെൺകുട്ടികൾ അന്നവിടെ പോവാറുണ്ടെന്നുള്ളത് കോളേജിൽ പരസ്യമായ രഹസ്യമായിരുന്നു. ഒരു പെണ്ണിലും ഉറയ്ക്കാതെ ഒരുപാട് മണ്ടിപ്പെൺപിള്ളേരെ കരയിപ്പിച്ചുകൊണ്ട്. ഒരിക്കൽ കോളേജ് ഡേക്കോ മറ്റോ സ്റ്റേജിന് പുറകിൽ വെച്ച് 2 PG സ്റ്റുഡൻസ് തമ്മിൽ തല്ലുപോലും ഉണ്ടായിട്ടുണ്ട് ഈ മനുഷ്യനെ ചൊല്ലി. 2 വർഷം ഞാനും അയാളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല. പാർവതി ട്യൂട്ടറായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴാണ് അവളാണ് എല്ലാം കുഴപ്പത്തിലാക്കിയത്. അവളല്ല, അവളുടെ സൗന്ദര്യമായിരുന്നു എല്ലാ കുഴപ്പത്തിന്റെയും റൂട്ട് കോസ്.
പിന്നെ അവളുടെ ശുദ്ധതി. മണ്ടിയായിരുന്നു ആ കുട്ടി. നിങ്ങളും പാർവതിയും തമ്മിൽ ഇത്ര അടുപ്പം വരാൻ കാരണം? എനിക്ക് ആ കുട്ടിയെ നാട്ടിൽ വെച്ചേ അറിയാമായിരുന്നു. എന്റെ നാട്ടുകാരിയാണ് ആ കുട്ടി. വീട്ടുകാർ തമ്മിൽ അറിയും. റിലേഷൻഷിപ്സ് ഒന്നുമില്ല. അവൾ ഒരുപാട് പണമുള്ള അച്ഛന്റെ ഒറ്റ മോള്. എന്റെ അച്ഛനാണെങ്കിൽ ഒരു പാവം വക്കീൽ ഗുമസ്തൻ. എനിക്ക് താഴെ 5 കുട്ടികൾ. ഹോസ്റ്റലിൽ ഞങ്ങൾ രണ്ടാളും ഒരേ മുറിയിലായിരുന്നു. എന്നെയാണ് അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയത്. വീട്ടിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കുന്ന പെൺകുട്ടി. ഞാൻ അവൾക്ക് ഏതാണ്ട് ഒരു ലോക്കൽ ഗാർഡിയൻ മാതിരിയായിരുന്നു. തുടക്കം മുതലേ എനിക്ക് പേടിയുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം അയാളുമായി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കാൻ അവള് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴൊക്കെ ഞാൻ അവളെ വാൺ ചെയ്തു. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒന്നുമില്ല എന്ന് അവൾ കള്ളം പറഞ്ഞു. ഒരേ റൂമിൽ താമസിച്ചിട്ടും ഞാൻ അറിയാതെ അവരുടെ ബന്ധം വല്ലാത്തൊരു പ്രൊപ്പോഷനിലെത്തിയെന്ന് ഒരു ദിവസം ഞാൻ കണ്ടു. ഉപദേശം കൊടുത്തു കേട്ടു. ഓ, അതിനു മുൻപ് അതവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ഏൽപ്പിച്ചു തന്നിട്ട് പോയിരിക്കുന്നത്. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നവരാ. അതെന്താ ടീച്ചർ ഓർക്കാത്തെ? നിങ്ങൾക്ക് തിരിച്ചറിവ് കൂടുതല, അവൾക്ക് തീരെ കുറവ്. എന്തിനാ ആ കുട്ടിയെ കൂടി സ്പോയിൽ ചെയ്യുന്നത്? പാവം. അത് എന്ത് സ്പോയിൽ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അത് ഞാൻ അവളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളെ ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ. ലീലഭാവമായിരിക്കാം. അവൾക്ക് ഈ സമുദായത്തിന്റെ വിലക്കുകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അവൾ തന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇവിടെ നിൽക്കുകയാണോ? എനിക്കെങ്ങനെ പേടിയില്ല. അപ്പൂട്ടൻ പറയുന്നതെന്ന് മത്സരിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. പോട്ടെ. ലീലയല്ല, ലീലയുടെ അച്ഛനാണ് മറുപടി പറയേണ്ടത്. ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടിയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞേ, ഞങ്ങൾ പാവങ്ങളാണ്. വാ, നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഇത് തീരുമ്പോഴേക്ക് ഇരുട്ടു. ചേച്ചി പൊയ്ക്കോളൂ, ഞാനും മൃദുലയും കൂടി വന്നോളാം. എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വായി നോക്കി നിൽക്കുന്നത്? ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ? ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട. ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ദേ കുട്ടി, തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ അങ്ങേര് പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. തന്റെ കാര്യങ്ങളിൽ എനിക്കും കൂടെ കുറച്ചൊരു കാര്യമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ ഞാനിത് പറയുന്നത്. ഇവിടെ അതും ഇതും കേൾപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമായിരിക്കില്ല. പണമുണ്ടല്ലോ, ചണ്ടി തിന്നാൻ ഏതെങ്കിലും ഒരുത്തന് കിട്ടുമായിരിക്കും. പക്ഷേ ഞാനും ആ നാട്ടിലേക്ക് തന്നെയാ ചെല്ലേണ്ടത്. എന്നെയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാ ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? വർക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ വർക്ക്. കുറെ വിഡ്ഢിപ്പെമ്പിള്ളേരെ നടുക്ക് ശ്രീകൃഷ്ണൻ കളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകള്, കോളേജിൽ നിന്നും ഫെസ്റ്റിവലിൽ നിന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് എല്ലാ കൊല്ലവും വെച്ച് നടത്തുന്നത് ഞാൻ കാണുന്നതാ. അതിന്റെ കൾമിനേഷനും എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഈ വിരട്ടെല്ലാം ഇതുമാതിരിയുള്ള പെമ്പിള്ളേരടുത്ത് അവർക്ക് നിങ്ങളോട് ഭ്രാന്തായിരിക്കും, ആരാധനയായിരിക്കും, ആരാധന മൂത്തിട്ടുള്ള ഹിസ്റ്റീരിയ ആയിരിക്കും. എനിക്കതൊന്നുമില്ല. എനിക്ക് നിങ്ങളോടുള്ളത് വെറുപ്പും പുച്ഛവുമാണ്, കണ്ടംപ്റ്റ്. നിങ്ങളുടെ ഈ പ്രസൻസ് പോലും എനിക്ക് സ്റ്റിങ്കിങ് ആണ്. അതറിഞ്ഞ് സംസാരിച്ചാൽ മതി. കോംപ്ലക്സ് തീർക്കാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലം. എന്ത് കോംപ്ലക്സ്? എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു കോംപ്ലക്സിന്റെയും ആവശ്യമില്ല. ഏത് നിലയിൽ നോക്കിയാലും നിങ്ങളാ ഇൻഫീരിയർ. യു ആർ എ ഡേർട്ടി ഹീപ്പ് ഓഫ് ആൾ ദ പ്രിമിറ്റീവ് കോംപ്ലക്സസ്. നിങ്ങളെ ഒരു പുരുഷനും മൈൻഡ് ചെയ്യുന്നില്ല. കാണാൻ കൊള്ളാവുന്ന പെമ്പിളർക്ക് കിട്ടുന്ന ആ റിസപ്ഷൻ നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നില്ല. അത് വേറൊരാൾക്ക് കിട്ടുമ്പോ കയറുന്ന അസൂയ കൊണ്ടാണ് നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കാതെ നല്ല പ്രായം കടന്നു പോകുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കുറെ അരിശോ അമർഷോ ഒക്കെ തോന്നും. പക്ഷെ അത് ചെലവാക്കാൻ കൊണ്ടുവരുന്ന എന്റെ അടുത്തല്ല. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറെ ഒന്നിനെയും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get
lost from here, I say. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറെ ഒന്നിനെയും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. Yes, come in. എന്താ വീണ്ടും ലോക്കൽ ഗാർഡിയൻ കളിക്കാനാണോ, അതോ ഇന്നലത്തെ പെർഫോമൻസിന് അപ്പോളജി പറയാനോ? അപ്പോളജി നിങ്ങളോട്? നല്ല പെഡിഗിരി ആയിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം. എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ ഉള്ളൂ. ചെറ്റ ചുറ്റുപാടിൽ നിന്ന് വരുന്നവര് എത്ര പൊതിഞ്ഞോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും. മാന്യമായിട്ട് പെരുമാറിയാൻ ഞാനും മാന്യനാ. മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ മറ്റവനാ. ചെറ്റകൾ ഇവിടെ വന്നാലുടൻ നേരെ നിങ്ങളുടെ ബെഡിലേക്ക് ഓടുന്ന അവളുമാരാ. അത്തരക്കാരെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. ഇനി പഠിച്ചോളൂ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകുകയല്ല. ഇത്രയും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. നിന്നോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല. യു ആർ എ തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് ബിച്ച്, ഐ നോ ദാറ്റ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എന്റെ കരണത്തടിച്ചിട്ട് ഒരു പെണ്ണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പില് തലപൊക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും. അതുകൊണ്ടാ ഒന്ന് പോയിക്കൂടെ ഇറങ്ങി?